മുന്നണിയെക്കുറിച്ചും ഇടത് മുന്നണിയെക്കുറിച്ചും പറയുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടെ പറയണം നമുക്ക് ഈ സംസ്ഥാനത്തെ BJP ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ട രീതി. കാരണം ഇവിടെ ഈ പണ്ട് നമ്മളിപ്പോൾ കുറച്ച് കാലത്തിന് മുന്നേ 2014 അവരുടെ അക്കൗണ്ടൊക്കെ തുറന്നതാണ് BJP നിയമത്ത്. ഈ അക്കാലം മുതൽ നമ്മൾ പരിശോധിക്കും, അല്ലെങ്കിൽ അതിന് മുൻപത്തെ കാലം 2011 തിരഞ്ഞെടുപ്പ് സമയത്തോ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പം BJPയെ കുറിച്ച് അധികം ആരും അങ്ങനെ സംസാരിക്കത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അതല്ല സ്ഥിതി. സംസ്ഥാനത്ത് ഒരു മൂന്നാം ചേരി ഉദയം ചെയ്തിട്ടുണ്ട്. അവർക്ക് പലയിടത്തും ഭരണങ്ങൾ, ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും പലയിടത്തും അവർ ഭരിക്കുന്നുണ്ട്. ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറയിൽ അവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് നിർണായകമായ സ്വാധീനം കേരള മണ്ണിലും വന്ന് തുടങ്ങി, അവരുടെ വേരുകൾ ആഴ്ന്നിറന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലം 2024 തിരഞ്ഞെടുപ്പ് കാലം അവരെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ വലിയ പോളിംഗ് ശതമാനം ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് BJPക്ക്. ഇപ്പം നേമവും കഴക്കൂട്ടവും ഒക്കെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് BJPയുടെ നിലവിലെ വിലയിരുത്തൽ പോലും. പാലക്കാടും തൃശ്ശൂരും മഞ്ചേശ്വരത്തും ഒക്കെയും പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഹൈ ഫൈവും പരിശോധിക്കുന്നു. ഇക്കൊല്ലം താമര വിരിയുമോ? ഇതിനിടയിൽ സഭ പിന്തുണ പ്രതീക്ഷിച്ച ചിലയിടങ്ങളിൽ FCRA ഭേദഗതി എങ്ങാനും തിരിച്ചടിയായോ എന്നൊരു വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട്. VS അനു വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരും. അനു, ഗുഡ് ഈവനിങ്. കേരളത്തിൽ ഒരു തൂക്കുസഭയായിരിക്കും വരുന്നതെന്നും അവിടെ BJP ഒരു കറുത്ത കുതിരയാകുമെന്നുമൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. നേമത്തെ മതന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് എപ്പോഴും BJPയെ കുഴയ്ക്കുന്ന ഒന്ന്. ഇത്തവണ പക്ഷേ കോൺഗ്രസിൽ ശബരിനാഥൻ കൂടി വന്നതോടുകൂടി ആ ഒരു നിലവിലെ സ്ഥിതി, മതന്യൂനപക്ഷ വോട്ടുകളിലെ ഏകീകരണം എന്നൊരു നില മാറിയെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. അതേപോലെ കാട്ടാക്കടയുണ്ട്, ചാത്തന്നൂരുണ്ട്, മണലൂരുണ്ട്, കൊടുങ്ങല്ലൂര്, പാലക്കാട് തുടങ്ങി 10ഓളം മണ്ഡലങ്ങൾ BJPയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. BJPയുടെ കണക്കുകൾ എങ്ങനെയാണ് അനു? അസസ്മെന്റുകൾക്കപ്പുറം ഒരു യുക്തിസഹമായ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് BJPയുടെ? സേതു, ഈ പറയുന്ന തൂക്ക് മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ 30 സീറ്റൊക്കെ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ആ ഒരു തരത്തിൽ കണ്ടാൽ മതി. പക്ഷേ കേരളത്തിൽ BJPയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രകടനം വളരെ മികച്ചതാണ് എന്ന് നമുക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും. കാരണം അത്രമേൽ കൃത്യമായ ചില സംഘടനാ സംവിധാനങ്ങളിലൂടെയുള്ള പ്രവർത്തനം അവർ നടത്താൻ കഴിഞ്ഞു. 10ഓളം സീറ്റുകളിൽ അവർ ശക്തമായ പോരാട്ടം നടത്തി. 5 സീറ്റുകളിലെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. എങ്കിലും നേമത്ത് അക്കൗണ്ട് തുറക്കും, വീണ്ടും ഒരു കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് വീണ്ടും തുറക്കും എന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി അവർ പറയുന്നുണ്ട്. അത് ഉറപ്പാണ് നിയമം എന്നുള്ളതാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. മാത്രമല്ല 15,000-ന് മുകളിലേക്ക് വരെ ഭൂരിപക്ഷം അവിടെ രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. പ്രത്യേകിച്ച് LDFന് ഈ പറയുന്ന SDPI വോട്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ വളരെ സജീവമാക്കാൻ, അതുവഴി ഹിന്ദു വോട്ട് ഏകീകരണം രാജീവ് ചന്ദ്രശേഖരനിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിയമം അവർ ഏറ്റവും പ്രധാനമായും ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുക. ഇതാണ് അവരുടെ അവകാശവാദം. അതേസമയം ഈ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ശിവൻകുട്ടിയിലേക്ക് പോവുകയും 40,000-ന് മുകളിലുള്ള LDF വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ശിവൻകുട്ടിക്കും അവിടെ വിജയ സാധ്യത ഉണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വിജയിക്കും എന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയാണ് BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമതൊരു മണ്ഡലം ഇത്ര നിയമം പോലെ അല്ലെങ്കിലും വിജയിക്കും എന്ന് പറയുന്നത് നിയമമാണ്, ക്ഷമിക്കണം, കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് വലിയ ഒരു വിജയപ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ഈ മത്സരം ആ മണ്ഡലത്തിൽ BJPയും അതുകൂടാതെ തന്നെ CPIഎമ്മും തമ്മിലായിരുന്നു. ശബരിമല വിഷയം അവിടെ ഉയർത്തിക്കാട്ടിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ മാത്രമല്ല, അവിടെ ഈ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സർക്കാർ വിരുദ്ധമായ, ഭരണവിരുദ്ധ വികാരമായ എല്ലാ വോട്ടുകളും വി മുരളീധരന് നേടാൻ കഴിയുമെന്നും അതുവഴി കഴക്കൂട്ടം പിടിക്കാനാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി സാധ്യതയും അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഉറപ്പ് പറയുന്നില്ല എങ്കിൽ കൂടി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ അട്ടിമറി വിജയം നേടുമെന്ന് അവർ പറയുന്നു. മഞ്ചേശ്വരത്തും സമാനമായ രീതിയിൽ വിജയപ്രതീക്ഷയാണ് BJP മുമ്പോട്ട് വയ്ക്കുന്നത്. ശരിയാണ്, ശരി. ഇപ്പോൾ BJPയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏറെക്കുറെ ഒരു 10ഓളം സ്ഥലങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും രണ്ടിടത്ത് ഷുവറായിട്ടും BJP അക്കൗണ്ട് തുറക്കുമെന്ന് NDA നേതൃത്വം വിലയിരുത്തുന്നുണ്ട്.